നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റീൽസിന് കണ്ടന്റ് ഉണ്ടാക്കാൻ എന്ത് ചെറ്റത്തരവും കാണിക്കുന്നവർക്ക് മുഖത്ത് കിട്ടിയ അടിയായിരുന്നു ഷിംജിതയുടെ അറസ്റ്റ്. ഇനി ക്യാമറയും കൊണ്ട് പേക്കൂത്ത് കാണിക്കാൻ തെരുവിലേക്കിറങ്ങാൻ എല്ലാവരും ഒന്ന് ഭയപ്പെടും. സത്യത്തിൽ ഷിംജിത ഇപ്പോൾ കരഞ്ഞ് നിലവിളിക്കുകയാണ് ജയിലിനുള്ളിൽ. ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള വേവലാതിയാണ് അവരെ വേട്ടയാടുന്നത്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ജനം തന്നെ കല്ലെറിഞ്ഞു കൊല്ലുമോ എന്നുള്ള ഭയവും അവരെ വല്ലാതെ തളർത്തുന്നു. അതായത് ഇന്ന് ഷിംജിതയുടെ കേസിൽ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിൽ വിധി പറയാനിരിക്കുകയാണ്. ഈയൊരു നിമിഷത്തിലാണ് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഷിംജിതയ്ക്ക് മറുപടി കൊടുത്ത് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നിനക്കെങ്ങാനും ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ നീ പുറത്തേക്കിറങ്ങുമല്ലോ, പുറത്തേക്കിറങ്ങിയാൽ നിന്നെ തെരുവിലിട്ട് തല്ലിക്കൊല്ലുമെന്നാണ് ജനം ക്ഷമ നശിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം വലിയ രീതിയിലാണ് ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ആ തീ കെട്ടടങ്ങിയിട്ടില്ല. ഒരു മനുഷ്യന് സ്വന്തം ജീവിതമാണ് നഷ്ടപ്പെട്ടു പോയത്. ആ കുടുംബത്തിനാണ് ആരുമില്ലാതായി പോയത്. നമ്മൾ കണ്ടതാണ് ദീപകിന്റെ മരണശേഷം സംഭവിച്ച ഓരോ കാര്യങ്ങളും. ദീപകിന്റെ മൃതദേഹം ആ വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അമ്മയും അച്ഛനും കരയുന്നത് നമ്മൾ കണ്ടു. ആ കണ്ണുനീര് കണ്ടിട്ട് നെഞ്ചുലയാത്ത ആരും തന്നെ ഉണ്ടാകില്ല. പക്ഷെ ചില കൂട്ടരുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി അറക്കലിനെ പോലെയുള്ള ഒരു കൂട്ടർ എൻ്റെ വാളിൽ അവൻ്റെ അച്ഛനും അമ്മയും കൊണ്ട് കരയുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇടണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങേ അറ്റത്തെ തോന്നിവാസം പറഞ്ഞ ഒരു കൂട്ടരുണ്ടായിരുന്നു. അവരെ നമ്മൾ മനുഷ്യരുടെ കൂട്ടത്തിൽ പെടുത്തണ്ട. കാരണം ഇപ്പോൾ കേരളത്തിൽ രണ്ട് വിഭാഗം ഉയർന്നു വന്നിട്ടുണ്ടല്ലോ, ഈ സ്ത്രീകൾക്കിടയിലും പുരുഷന്മാർക്കിടയിലും. ഒന്ന്, പ്രഹസനം കാണിക്കുന്ന മെൻസ് അസോസിയേഷൻ. എന്തിനാണോ അങ്ങനെ ഒരു സംഘടനയെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. സബാദിനെ പോലെയുള്ളവരെ മാലയിട്ട് സ്വീകരിച്ച കൂട്ടരാണ് അവർ. മറ്റൊരു കൂട്ടർ തൊട്ടിപ്പുറത്തുള്ളത് ഫേക്ക് ഫെമിനിസ്റ്റുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറും വിവരക്കേട് പറയുന്ന കുറേ എണ്ണം. എന്താണ് ഫെമിനിസം എന്ന് പോലും അറിയാത്ത, ബോധമില്ലാത്ത, കഴിപ്പണം കെട്ട കുറേ എണ്ണമാണ് ആ കൂട്ടത്തിലുള്ളത്. ഈ കൂട്ടർ രണ്ടുപേരും കൂടിയാണ് സ്ത്രീക്കും പുരുഷനും വേണ്ടി ഇപ്പോൾ പ്രതിഷേധത്തിനും അവരുടെ പോരാട്ടത്തിനും മുൻനിരയിലേക്ക് ഇറങ്ങുന്നത് എന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുന്ന കൂട്ടർ. ഇവിടെ ഇതിലൊന്നും പെടാത്ത കുറേ അധികം മനുഷ്യരുണ്ട്, സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കുന്നവർ. എവിടെയാണോ സത്യം അവിടേക്ക് ലിംഗവും ജാതിയും മതവും ഒന്നും നോക്കാതെ ഒരുമിച്ച് നിൽക്കുന്ന കുറെ അധികം മനുഷ്യരുണ്ട്. നമ്മൾ കണ്ടതായിരുന്നു ദീപകിന്റെ മരണശേഷം സംഭവിച്ച ഓരോ കാര്യങ്ങളും. ഏറ്റവും കൂടുതൽ ഷിംജിതയെ തെറി വിളിച്ചത് സ്ത്രീകളായിരുന്നു. അമ്മമാരും പെൺകുട്ടികളും ഒക്കെ ആയിരുന്നു ഷിംജിതയെ തെറി വിളിച്ചത്. അതിന്റെ കാരണം, അതിലെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക്, യഥാർത്ഥ മനുഷ്യർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ദീപകിന്റെ ഭാഗത്ത് എല്ലാവരും നിലയുറപ്പിച്ചത്. ആ കുടുംബത്തിന്റെ കരച്ചിൽ ഇപ്പോഴും നമ്മുടെ ഉള്ളുലയ്ക്കുന്നുണ്ട്. ആ അമ്മ എൻ്റെ മോനെ വാവേ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അത് കണ്ടു നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ ഷിംജിതയ്ക്ക് നേരെ വലിയ രീതിയിലാണ് ജനരോഷം ഇളകി നിൽക്കുന്നത്. അത് തണുപ്പിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. ഇനിയിപ്പോൾ ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങിയാലും ഷിംജിതയ്ക്ക് വീടിന് പുറത്തിറങ്ങാനൊക്കത്തില്ല. ഒരുപക്ഷെ കേരളത്തിൽ പോലും നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അവർക്കുള്ളത്. പക്ഷേ കേരളം വിട്ടു പുറത്തു പോകാൻ കഴിയില്ല. കാരണം ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കേസാണ്. ഇവരെങ്ങനെ ഇനി കേരളത്തിൽ ജീവിക്കുമെന്നുള്ളതാണ്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ, അതായത് ജയിലിന് സമാനമായ ഒരു അവസ്ഥയിൽ വീടിന്റെ ഉള്ളിൽ ഇരിക്കേണ്ടി വരും. അത്തരത്തിലൊരു ഗതികേടാണ് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ്. എന്തായാലും ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുകയാണ്. ആ ഒരു നിമിഷം എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കേസ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമായി തയ്യാറായി ഒരു കൂട്ടർ നിൽപ്പുണ്ട്. ഷിംജിതയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, പോലീസിനെ പോലും തെറിവിളിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധക്കാര് ക്ഷമ നശിച്ച് പ്രതിഷേധം ആളിപ്പടർത്തിയത്. ഷിംജിതയെ ആ ഒരു നിമിഷത്തിൽ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എല്ലാവരും കൂടി വലിച്ചു കീറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസിന്റെ ഇടപെടൽ കൊണ്ടാണ് ഷിംജിത കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. ഷിംജിതയുടെ ജയിലിലെ അവസ്ഥ എന്താണ് എന്നുള്ളത് മുൻപ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് അടപടലം പെട്ടുപോയി. ഈ ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. സഹതടവുകാർ എടുത്തിട്ട് ചവിട്ടി മെതിക്കും. ഒന്നാമത്തെ കാര്യം അതാണ്. മറ്റൊന്ന്, ഈ പുറത്തിങ്ങനെ പുളച്ച് മതിച്ച് നടക്കുന്ന കൂട്ടർക്ക് ജയിലിനുള്ളിലെ ആ ഒരു ജീവിതം അത്ര അങ്ങോട്ട് പെട്ടെന്ന് അതിനോട് പൊരുത്തപ്പെടാൻ കഴിയില്ല. ഭ്രാന്തിളകുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകും. നമ്മൾ ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ വമ്പന്മാരിപ്പോൾ അകത്ത് കിടന്ന് ഭ്രാന്തിളകുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അതേ അവസ്ഥ തന്നെയാണ് ഷിംജിതയ്ക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഭയന്ന് കഴിയേണ്ട ഒരു സ്ഥിതി. ജയിലിലെ ഭക്ഷണവും തറയിലെ കിടപ്പും ഒന്നും ചേച്ചിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇതൊക്കെ സ്വയം വരുത്തി വെച്ചതാണ് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും.
എന്തായാലും ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടുമോ, അതാണ് ഇനി അറിയേണ്ടത്. മണിക്കൂറുകൾ മാത്രമാണ് ആ വിധി വരാൻ ഇനിയുള്ളത്. ജാമ്യാപേക്ഷയിൽ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. റിമാൻഡിൽ കഴിയുന്ന ഷിംജിതയ്ക്ക് ഇത് നിർണായക ദിവസം തന്നെയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഷിംജിതയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ജാമ്യം ലഭിച്ചാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും മെഡിക്കൽ കോളേജ് പോലീസ് കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടെ വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതി വിധി പറയാൻ മാറ്റിയത്. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിലാണ് ഷിംജിത മുസ്തഫ പ്രതി ചേർക്കപ്പെട്ടത്. ഷിംജിത പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് ദീപകിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള ആരോപണമാണ് ശക്തമായി നിൽക്കുന്നത്. ഇതിനിടയിൽ നമ്മൾ മറ്റൊരു ആരോപണവും കേട്ടിരുന്നു. അതായത് ദീപക് തന്റെ അക്കൗണ്ടിൽ നിന്ന് 49,000 രൂപ വിഡ്രോ ചെയ്തിരുന്നുവെന്നും എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത്ര വലിയ തുക വിഡ്രോ ചെയ്തത് എന്നുള്ള ചില സംശയങ്ങൾ. ഇത് ഹണി ട്രാപ്പ് ആണോ, ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചിരുന്നോ തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ശക്തമായിരുന്നു. എന്തായാലും അതിന്റെ അന്വേഷണങ്ങളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതായത് ആ വീഡിയോ ഷിംജിത എഡിറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീക്കുണ്ടായ ദുരനുഭവം ഒന്ന് ഓർത്തു നോക്കണം. തനിക്ക് ബസ്സിനുള്ളിൽ വെച്ച് ഒരു ദുരനുഭവം ഉണ്ടാകുന്നു, അതുകൊണ്ട് മിനിറ്റുകളോളം ഞാൻ അവിടെ തന്നെ നിന്ന് ആ വീഡിയോ ചിത്രീകരിക്കുന്നു. പിന്നീട് വീട്ടിൽ കൊണ്ടുപോയി ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, BGM കുത്തിക്കയറ്റുന്നു. ഒരു സ്ത്രീ ദുരനുഭവം ഉണ്ടായാൽ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണല്ലോ. ഇത് കേട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ തെറിവിളി ഷിംജിതയ്ക്ക് കിട്ടിയത്. ഒരു സ്ത്രീക്ക് നേരെ ദുരനുഭവം, അതായത് ഒരു മോശപ്പെട്ട രീതിയിൽ ഒരാൾ സ്പർശിക്കുകയോ കയറി പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിയന്ത്രണം വിട്ടുപോകുന്ന സ്ത്രീ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കറിയാം. എനിക്കാണ് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നതെങ്കിൽ ആ ബസ്സിനകത്തിട്ട് ഞാൻ അയാളെ ചവിട്ടി മെതിക്കും. കൂടെ വേറെ ആരും എനിക്കൊപ്പം നിൽക്കണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ രീതിയിൽ അയാളോട് പ്രതികരിക്കും. അതിനുശേഷമായിരിക്കും, ഞാൻ പ്രതികരിച്ചതിന് ശേഷമായിരിക്കും, അതായത് അയാളുടെ ചെപ്പക്കുറ്റി അടിച്ച് തകർത്തതിന് ശേഷമായിരിക്കും ഞാനൊരു വീഡിയോ പോലും എടുക്കാൻ തയ്യാറാകുന്നത്. ഞാൻ ഉടൻ തന്നെ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്യും. പക്ഷേ ഷിംജിത ഇതൊന്നും ചെയ്തിട്ടില്ല. വീഡിയോ എടുത്തു, പിന്നീട് കഷ്ടപ്പെട്ട് വീട്ടിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്യുന്നു, BGM ഇടുന്നു, എന്നിട്ട് വീണ്ടും കുറെ വളവള അടിക്കുന്നു. അതിനുശേഷമാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഓർത്തു നോക്കണേ. ഇവിടെയാണ് നമ്മൾ ദീപകിന്റെ നിരപരാധിത്വം കാണേണ്ടത്. അതായത് ആ വീഡിയോ എഡിറ്റ് ചെയ്തതിനകത്ത് ചില സ്ലോ മോഷൻ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായി എഡിറ്റ് ചെയ്തതിലൂടെയാണ് ഇതിൽ വലിയ രീതിയിലുള്ള ഒരു കളി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം ശക്തമാകുന്നത്. അതായത് ഈ പറയുന്ന ദീപക് തന്റെ സ്റ്റോപ്പിൽ ഇറങ്ങാൻ നേരത്ത് ഒരു ബാഗ് വലിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് ആ വീഡിയോയിൽ കൃത്യമായി കാണാം. അതായത് ആൾക്കാർ കൂടി നിൽക്കുന്ന ഭാഗത്ത് നിന്ന് അയാൾ അകത്തു നിന്ന് എന്തോ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായിട്ട്. അയാളുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു, ഈ ബസ്സിലേക്ക് കയറുമ്പോൾ ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബാഗ് തന്നെയാണ് അയാൾ അവിടെ നിന്ന് വലിച്ചെടുത്തത് എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഈ വലിച്ചെടുക്കുന്ന കൂട്ടത്തിലാണ് ഷിംജിതയുടെ ദേഹത്ത് ഒന്ന് സ്പർശിക്കുന്നത്. പക്ഷേ അയാൾ തന്റെ ബാക്കിൽ നിൽക്കുന്നത് ആരാണ് എന്ന് പോലും അയാൾ ശ്രദ്ധിക്കുന്നില്ല. ബാഗ് വലിച്ചെടുക്കുന്നു. അവിടെ ആ സമയത്ത് ഷിംജിതയുടെ ദേഹത്ത് അയാൾ തട്ടുന്നുണ്ട്. പക്ഷെ അത് ആ ബാഗ് വലിച്ചെടുക്കുന്ന സമയത്ത് സംഭവിച്ചു പോയതാണ്. തിരക്കുള്ള ഒരു ബസ്സിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ് ഈ ബസ്സിനകത്ത് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഒരുപാട് സ്ത്രീകൾക്ക് നേരെ, പെൺകുട്ടികൾക്ക് നേരെ, എന്തിനേറെ കൊച്ചു കുട്ടികൾക്ക് നേരെ പോലും ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ, മോശപ്പെട്ട സാഹചര്യങ്ങൾ ബസ്സിനുള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അതിനെതിരെ സ്ത്രീകൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് പലതവണ ഞാൻ കണ്ടിട്ടുമുണ്ട്. ചിലർ അതിശക്തമായി പ്രതികരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരാകട്ടെ പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാതെ മിണ്ടാതെ സഹിച്ചുകൊണ്ട് നിൽക്കുന്ന ചില സ്ത്രീകളുമുണ്ട്. അതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവർ മറ്റ് വഴികളില്ലാത്തത് കൊണ്ട് മാറി മാറി പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബസ്സിനുള്ളിൽ ഇത്തരത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ ഈ ഷിംജിതയുടെ കാര്യത്തിലാണ് നമുക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ പറയുന്ന ദീപക് അത്തരത്തിൽ മോശപ്പെട്ട ഒരാളാണ് എങ്കിൽ അയാൾ സ്ഥിരം ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഇതിനു മുൻപും ഈ പറയുന്ന ദീപക് പല സ്ത്രീകളോടും അത്തരത്തിൽ മോശമായി പെരുമാറിയിട്ടുണ്ടാകണ്ടേ? പക്ഷെ അത്തരത്തിലുള്ള ഒരു പരാതികളും ഈ ദീപകിന് നേരെയില്ല.
ദീപകിന്റെ കുടുംബവും സുഹൃത്തുക്കളും അയാളുടെ അയൽപ്പക്കത്തുള്ളവരും ഒക്കെ തന്നെ അയാൾ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ബസ്സിനുള്ളിൽ ഈ വീഡിയോ ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞല്ലോ, അപ്പോൾ പോലും അയാൾ ഒരു മോശക്കാരനായിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിച്ച് രംഗത്തേക്ക് വരുമായിരുന്നില്ലേ? പക്ഷേ അത്തരത്തിൽ ആരും തന്നെ വന്നിട്ടില്ല. ഇവിടെയാണ് ആ ഒരു സാധു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് കൊണ്ട് തള്ളിയിട്ടത് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് രോഷമിളകുന്നത്. ഷിംജിതയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇതുവരെ പോലീസ് അപേക്ഷ സമർപ്പിച്ചിട്ടില്ല. ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോയിൽ താനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ആളുകൾ തെറ്റിദ്ധരിക്കുമെന്നും ചൂണ്ടിക്കാട്ടി വീഡിയോ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ദീപകിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരി കണ്ണൂർ സിറ്റി സൈബർ പോലീസിനെ സമീപിച്ചിരുന്നു. ഈ പരാതിയുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ദീപകിന്റെ ബന്ധുക്കൾ കണ്ണൂർ പോലീസിന് വിവരാവകാശ അപേക്ഷയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയ്ക്കിടെ ലൈംഗിക ഉദ്ദേശത്തോടെ ദീപക് തന്റെ ശരീരത്തിൽ സ്പർശിച്ചെന്നും ഇത് താൻ വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് കണ്ടിട്ടും അതിക്രമം തുടർന്നു എന്നൊക്കെയായിരുന്നു ഷിംജിത സമൂഹ മാധ്യമത്തിൽ ഉന്നയിച്ച ആരോപണം. ദീപകിന്റെ പേര് പരാമർശിക്കാതെ എന്നാൽ മുഖം വ്യക്തമാകും വിധമായിരുന്നു ഈ വീഡിയോ ചിത്രീകരിച്ചത്. 2 ഭാഗങ്ങളായി പുറത്തുവന്ന വീഡിയോയിൽ ആദ്യത്തേത് ബസ് യാത്രയിലെ ദൃശ്യങ്ങളും രണ്ടാമത്തേത് സംഭവത്തെക്കുറിച്ചുള്ള ഷിംജിതയുടെ വിശദീകരണവുമായിരുന്നു. ഒരു ദിവസം കൊണ്ട് 23 ലക്ഷത്തോളം പേരാണ് ഈ വീഡിയോ കണ്ടത്. വീഡിയോ വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്ന് മാനക്കേട് താങ്ങാനാകാതെ മാനസികമായി തകർന്നാണ് മകൻ ജീവനൊടുക്കിയതെന്ന് ദീപകിന്റെ അമ്മ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഷിംജിതയ്ക്കിന്ന് നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.